ഹായ് ഗൈസ്. ഇപ്പം ഞാനിന്ന് ഇരിക്കണത് റിഗ എയർപോർട്ടിലാണ്. നിങ്ങൾ തംബ്നെയിലും ക്യാപ്ഷനും കണ്ടിട്ടുണ്ടാവില്ല. അത് തന്നെ പാരീസ് പോകണാണ്. യൂറോപ്പിൽ എത്തിയപ്പോൾ മുതൽ പ്ലാൻ ചെയ്യണമായിരുന്നു പാരീസ് പോകണം, ഈഫിൽ ടവർ കാണണമെന്നൊക്കെ. ഇപ്പോൾ ഏകദേശം 6 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ക്ലാസ്സും വർക്കൊക്കെ കൊണ്ടിട്ട് പോകാനുള്ള ടൈമും കിട്ടിയിട്ടുണ്ടായില്ല. ഇപ്പോൾ ഫ്രീ ആയി. ഇപ്പോൾ ഒരു 4 ദിവസം പോയി പൊളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച്. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു ചെറിയ പണി കിട്ടിയത്. ഓൾറെഡി ഫ്ലൈറ്റ് ഡിലേ ആണ്. അപ്പോൾ 2 മണിക്കൂറോളം പോസ്റ്റാണ്. ബോർഡിങ് പാസ്സൊക്കെ എടുത്ത് എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട്. ഓൻ എവിടെയോ പോയിക്കണേണ്. ഗേറ്റ് അന്വേഷിച്ച് പോയിക്കണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു B4 ആണത്. പിന്നെ എങ്ങാട് പോയിക്കണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫ്ലൈറ്റ് വന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കാണുന്നുണ്ടോ? ബാക്കിൽ കാണുന്ന ഫ്ലൈറ്റാണ്. ഇത് എയർ ബാൾട്ടിക്കാണ്. നമ്മുടെ അടുത്ത് റയാനെയറാണ്. റയാനെയറിൻ്റെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ പോണ വഴി ഞാനിങ്ങനെ പറഞ്ഞു പോകും. എനിക്കറിയില്ല ഇങ്ങനെ ഒരു ട്രാവൽ വ്ളോഗൊക്കെ എടുക്കണ്ടെന്ന്. എന്തായാലും ആ ഒരു ഫ്ലോയിൽ ബ്ലാ 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 പറഞ്ഞു പോകാനാണ് പ്ലാൻ ചെയ്തേക്കണം. ബാക്കി വിശേഷങ്ങളെല്ലാം വീഡിയോയിലൂടെ നിങ്ങൾ കാണുക. ഗൈസ്, അങ്ങനെ പാരീസ് എയർപോർട്ട് എത്തി. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട് ഈഫിൽ ടവറിലേക്ക്. കാരണം ഇത് ഔട്ടർ എയർപോർട്ടാണ്. സത്യത്തിൽ നമ്മൾ എടുക്കേണ്ടത് CDG എയർപോർട്ടായിരുന്നു, പക്ഷെ അതല്ല നമ്മൾ എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ. നമുക്ക് ഇഷ്ടമുള്ള സീറ്റിലിരിക്കുക. നമുക്കിപ്പോൾ മുകളിൽ എടുത്തേക്കണം. നമ്മുടെ സെൻട്രൽ ഈഫിൽ ടവറിലേക്ക് നമുക്ക് ട്രെയിനിൽ പോകണം. അങ്ങനെ ഈഫിൽ ടവറിൻ്റെ അടുത്തുള്ളൊരു റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് ഈഫിൽ ടവറിലേക്ക് ബസ്സിന് പോകാനുണ്ട്. ട്രെയിൻ അപ്പോൾ ഇതാണ് ആ ഇന്ത്യൻ സ്ട്രീറ്റ്. കറക്റ്റ് മുംബൈ പോലെ ഇല്ലേ, ബോംബെയിലെ ബിൽഡിങ്സ് ഒക്കെ പോലെ കറക്റ്റ് ഇന്ത്യയിൽ വന്ന സെയിം വൈബാണ്. അതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്, കഫേസ് എന്താ പറയുക, കിടിലൻ റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞത്. അവിടെ നല്ല ബിരിയാണി കിട്ടും. അതായത് യൂറോപ്പിൽ ഇന്ത്യൻ സ്ട്രീറ്റ് ആയിട്ട് ഫ്രാൻസ് മാത്രമേ ഉണ്ടാവണമെന്ന് തോന്നുന്നു. കാരണം ഫുള്ള് ഇന്ത്യൻസ്. നമുക്ക് കറക്റ്റ് ആ മുംബൈ വന്ന ഫീലിംഗ് നമുക്ക് കാണിച്ചു തരാം. ഫുൾ ഇന്ത്യൻസ് അവിടെ, ഫുള്ള് ഹിന്ദിക്കാരും ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള. ഇപ്പം ഇവിടെ 12 യൂറോക്ക് ഡെയിലി പാസ് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടുന്ന് UK ഒക്കെ പോകട്ടെ. ഓക്കെ, അപ്പോൾ ഈ 12 യൂറോയുടെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 1 ഡേ ഫുള്ള് ഫ്രാൻസ് ഫുള്ള് നമുക്ക് കാണാം, ബസ്സും ട്രെയിനും. അങ്ങനെ മെട്രോ കയറാൻ പോകണം ഈഫിൽ ടവറിലേക്ക്. ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ഫാബ് റോക്കിംഗ് ആണ്. നല്ല കിട്ടില്ല മെട്രോ സ്റ്റേഷൻ, പഴയ കാലത്തെ ഒരു വൈബ്. ഗൈസ്, അങ്ങനെ ഫൈനലി ഈഫിൽ ടവർ എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. തിങ്കളാഴ്ചയുടെ വന്നതിനെ, തിങ്കളാഴ്ചയൊക്കെ വലിയ തിരക്കുണ്ടാവില്ല, വീക്കെൻഡ് അല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നല്ല ക്രൗഡുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈഫിൽ ടവറിൻ്റെ. ഫൈനലി ആ സൈഡായിട്ടാണ്. അവിടെയാണ് ഈഫിൽ ടവർ. നമ്മൾ ഈഫിൽ ടവറിൻ്റെ തൊട്ടടുത്തേക്ക് പോകാൻ വേണ്ടി. എടി, ഇതാണ് മറ്റേ ബോട്ട് റൈഡ് പറഞ്ഞത്. ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഇവിടെ ഒരു ബോട്ട് റൈഡ് ഉണ്ട് ഈഫിൽ ടവർ കാണാനെന്ന്. ലൈക്ക് ഇതിൽ ഇവിടെ ഒരു ബോട്ട് റൈഡ് ഉണ്ട്. അതായത് നൈറ്റ് ഈ ലേക്കിൻ്റെ ഫുള്ള്, ഈഫിൽ ടവറിൻ്റെ ഫുള്ളായിട്ട് ആ ബോട്ട് ഇങ്ങനെ പോകും. നൈസാ. ഇവിടെ ഫോട്ടോസ് എടുക്കാനാണ്. ഗായ്സ്, അങ്ങനെ ഈഫിൽ ടവർ എത്തി. പിന്നെ മുകളിൽ കയറാനൊക്കെ ആയിരുന്നു ഫസ്റ്റ് പ്ലാൻ ചെയ്തത്. കാണണ്ട, അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. നൈസ്. പിന്നെന്താ, ഏറ്റവും മുകളിലെത്തിക്കാനാ ഫ്രാൻസ് മൊത്തം കാണാമെന്നാണ് പറഞ്ഞത്. പാരീസ് സിറ്റി മൊത്തം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഏറ്റവും മുകളിൽ പോയിക്കാണ്. എവിടെ ഒരാൾ മാറി നിൽക്കുന്നുണ്ട്.
നമ്മ മ്യൂസിയത്തിലെത്തി. ഇതാണ് സംഭവം. ഇവിടെ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എൻട്രൻസ് ഉണ്ട് ഈ മൊണാലിസയുടെ ആർട്ട് വർക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ how much is for the ticket? How much is for the ticket? Because we are not getting that website. I'm sorry, it's over for today. Huh? It's over for today. Over? Cannot, yeah. Yeah. Sorry. The next tickets are for Thursday. First day. Yeah, because tomorrow the museum is closed and on Wednesday there's a strike. So it's going to be closed again. Okay, it's okay, fine. ഇതുപോലൊരു അവസ്ഥ വരുന്ന ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. 2 ടിക്കറ്റും നമുക്ക് കിട്ടിയില്ല. ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തത് സ്റ്റേഡിയം കാണാം, സ്റ്റേഡിയത്തിന് ടിക്കറ്റ് എടുക്കാമെന്ന്. പക്ഷേ സ്റ്റേഡിയത്തിൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം നമ്മൾ ഡേറ്റ് ഓൾറെഡി സെലക്ട് ചെയ്തിട്ട് വേണം ബുക്ക് ചെയ്യാൻ. അപ്പോൾ ഇന്ന് നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ മ്യൂസിയത്തിൽ വന്ന് എന്നിട്ട് ഈ മൊണാലിസയുടെ ആർട്ട് വർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോഴാണ് ഇപ്പോൾ പെണ്ണ് പറഞ്ഞ ടിക്കറ്റ് ഓൾമോസ്റ്റ് ഫുള്ളായത്. അതും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് എന്താണെന്ന് നമുക്ക് പോകണം. അബ്ദു ഇനി എന്താ ചെയ്യുക? പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. വേറെ ഇനി എന്താ ഉള്ള? വേറെന്തോ ആർക്കെന്തോ സംഭവം. മെയിനായിട്ട് ഇവിടെ വന്നതിനാൽ വിസിറ്റ് ചെയ്യേണ്ടത് 1 ഈഫൽ ടവർ, ഫ്രാൻസ് ഈഫൽ ടവർ, 2 മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റിയില്ല. ഈഫൽ ടവർ വേർത്തായിട്ട് എനിക്ക് തോന്നണില്ല. കാരണം അവിടെ എത്തി കുറേ ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത്ര ക്യൂരിയോസിറ്റി ഒന്നും ഇല്ല. കാണാൻ ഇതിൻ്റെ മേളിൽ കയറിയ സിറ്റി കാണാൻ മാത്രമല്ല. അപ്പോൾ നമ്മൾ അതും ഡ്രോപ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേഡിയം പുറത്തുനിന്ന് കണ്ടാലോ വെറുതെ പോയിട്ട്? ഇവിടെ സ്റ്റേഡിയം പുറത്തുനിന്ന് കാണാൻ ഒന്നുമില്ല. ചുമ്മാ സ്റ്റേഡിയം അത്രേ ഉള്ളൂ. ഉള്ളിലാണ് കാര്യങ്ങൾ. ചുമ്മാ പുറത്തുനിന്ന് കണ്ടിട്ട് കാര്യങ്ങൾ. അപ്പോൾ അതുമില്ല. കുറേ പോയ സമയമല്ലേ, കുറേ പോകാനുണ്ട്. എന്നാൽ വെറുതെ ചാറ്റിപ്പിൽ അടിച്ച് നോക്ക് വേറെന്ത് സ്ഥലമാണ് കാണാൻ പറ്റിയ. ഈ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ ഇത് ഇങ്ങനെ മസാജിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ആളുകളൊന്നും ഉറങ്ങി തോന്നുന്നത്. നമ്മുടെ ഐറിസ് കാണാൻ പറ്റുന്നത്. എന്താ ഇതിൽ കാണുന്നുണ്ടോ? എന്തെറ്റി? കണ്ണ് കാണുന്നുണ്ട്. കണ്ണിന് ഈ സാധനം മൊത്തം കാണുന്നുണ്ട്. പോടാ. നമ്മളിവിടെ ഒരു ഡെസേർട്ട് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഏതാ? എടാ അത് 5.5 യൂറുണ്ട്. ഇതെടുത്താലോ? അടുത്ത നമ്മൾ വേറൊരു സ്ഥലം, വേറൊരു ചേർച്ച് സെർച്ച് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈഫൽ ടവറിൻ്റെ മേളിൽ കയറി കാണാൻ പറ്റാത്ത വിഷമം നമ്മൾ തീർക്കാൻ പോകുന്നുണ്ട്. കാരണം ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ സിറ്റിയും കാണാം. പാരീസ് ഞാൻ കാണിച്ചു തരട്ടെ ക്യാമറ വെച്ച്. ഈ സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ മ്യൂസിയം കാണണം. ഞാൻ സിറ്റി ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത്. എടാ പൈസ കൊടുക്കണോടാ, പൈസ കൊടുക്കണതേ അതിൽ എഴുതിയേക്കണം 1 യൂറോ. നമുക്ക് കോയിനിട്ടല്ലേ നമുക്കത് കാണാൻ പറ്റും. പൈസ ഇത് മനസ്സിലായി കാണുമല്ലോ. കപ്പിൾസ് വന്നാൽ ഒരു പേര് എഴുതി ലോക്ക് ഇടുന്ന കാണാം. എത്ര പേര് വന്ന് പോയിട്ടുണ്ടാവില്ലേ? കുറേ ഉണ്ട് ഇവിടെ. ഫുള്ളാണ്. നമുക്ക് എല്ലാ ഗേറ്റിലും ഉണ്ട്. എല്ലാവരും ലോക്ക് പിടിച്ചു. ചിലപ്പോൾ അതാണ് സിറ്റി. അങ്ങനെ ലാസ്റ്റത്തെ ഡിന്നർ കഴിക്കാൻ ഇനി അണ്ടി വിലാസിലാണ് വന്നിരിക്കണം. ഇത് ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. കിടിലം ബിരിയാണി കിട്ടുമെന്ന് പറയും. അങ്ങനെ ഇവിടെ നിന്ന് കൂടി ഫുഡ് കഴിച്ചാൽ നേരെ ഈഫൽ ടവർ നൈറ്റ് ആ ലൈറ്റിങ്ങൊക്കെ കാണാൻ പോകും. ഇതാണ് ഇവിടുത്തെ മെനു. എന്തൊക്കെയാ ബിരിയാണി അല്ലേ? കയറി ദേ നല്ല തിരക്കാണ് കേട്ടോ. ഹായ്, എവിടെയാ? നാട്ടിലെവിടെയാ?
മതിയോ? കുടിക്കാൻ എന്താണ്? നമ്മുടെ നാട്ടിൽ ബേക്കറി കിട്ടുന്നില്ല. ഫ്രഷ് ലൈം ഇല്ലല്ലേ? ജ്യൂസ് ചെയ്താ ഉള്ളു? ജ്യൂസ് മാംഗോ ജ്യൂസ് വരെ കണക്റ്റ് ആണ്. അതെ കൊക്കോ വെറുതെ സോഡ ലസ്സി മാംഗോ വേണം. എന്നാൽ അത് 2 ചിക്കൻ ബിരിയാണി എടുത്തു. 2 ചിക്കൻ ബിരിയാണി 2 ലസ്സി. ആ ഇല്ലില്ല, ഡ്രിങ്ക്സ് പറയാം. 2 ചിക്കൻ ബിരിയാണി. ആ 2 ബിരിയാണിയും പറഞ്ഞു, ബജി, ഒരു വട, കഴിച്ചു. എങ്ങനെയുണ്ട്? കൊള്ളാമോ? തമിഴ്നാട് സ്റ്റൈലല്ലേ ഇത്? പക്ഷെ വലിയ സുഖമില്ല. വലിയ സുഖമില്ല. പിന്നെ ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ ഒരു സംഭവം നമ്മുടെ ഫ്ലൈറ്റ് തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ ട്രിപ്പ് കഴിഞ്ഞു. അപ്പം നമ്മൾ ബിവേസ് എയർപോർട്ടിലിരിക്കുന്നതാണ്. ഇനി പാരീസിൽ നിന്ന് നേരെ റിഗയിലേക്ക്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.